രാജ്കുമാർ ഹിരാനി ഷാറുഖ് ഖാൻ കോംബോയിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമാണ് ഡങ്കി. 3 ഇഡിയറ്റ്സ്, PK, ലഗരവ്, മുന്നാബായ്, MBBS, സഞ്ജു എന്നീ ചിത്രങ്ങൾക്കെല്ലാം ശേഷം രാജ്കുമാർ ഹിരാനിയുടെ ഏറ്റവും പുതിയ ചിത്രമാണിത്. അതുപോലെ തന്നെ 4 വർഷങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം ഷാറുഖ് ഖാൻ തിരിച്ചു വന്ന ഒരു വർഷം കൂടിയാണ് 2023 എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ചിത്രമാണ് ഈ വർഷത്തെ. പഠാൻ, ജവാൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വരുന്നൊരു ചിത്രം. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കോംബോ രാജ്കുമാർ ഹിരാനി അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ എന്ന് പറയുന്നൊരു കോംബോ വലിയൊരു പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലുമാണ് ശരിക്കും പറഞ്ഞാൽ ചിത്രം കാണാൻ പോയത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനുമോ ഷാ. വെൽക്കം ടു ഷിനുമോ ഷാ. ഡങ്കി എന്താണ് ഡങ്കി? അത് ആദ്യം തന്നെ പറയാം. ഡങ്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ ഇല്ലീഗലായിട്ട് പ്രവേശിക്കുന്നതിനാണ്, ആ പോകുന്ന പോക്കിനെയാണ് ഡങ്കി ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ദുൽഖർ സൽമാൻ നായകനായ CIA എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം ഇതിൻ്റെ കാര്യം മനസ്സിലാവും. അതിൻ്റെ അകത്ത് മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന കഥയായിരുന്നുവെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് എത്താൻ കുറച്ചും കൂടി ദൂരം കൂടുതലാണ്. അതിന് ആദ്യം പാകിസ്ഥാനിൽ പോകണം, അഫ്ഗാനിസ്ഥാനിൽ പോകണം, ടർക്കി വഴി കണ്ടെയ്നറിൽ നമ്മൾ ലണ്ടനിലെത്തുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ അത് അങ്ങോട്ട് പോകാൻ വേണ്ടി കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു 4 ഫ്രണ്ട്സ് അങ്ങോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് വിജയകരമായി പൂർത്തിയാക്കുന്നുണ്ടോ അല്ല അതിന് ശേഷം അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്കുമാർ ഹിരാനിയുടെ ചിത്രങ്ങൾ കണ്ട് വളർന്ന ഒരാളെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഫാൻ എന്നുള്ള നിലയിലും എനിക്ക് ഇതൊരു അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും മോശം സ്ക്രിപ്റ്റായിട്ടും എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ ആവറേജിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ ആയിട്ട് മാത്രമാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. സ്ക്രീൻ പ്ലേ വൈസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും അതിൻ്റെ അകത്ത് മൊത്തത്തിൽ അതിനെ പായ്ക്ക് ചെയ്തേക്കുന്ന വിധമാണെങ്കിൽ കൂടി രാജ്കുമാർ ഹിരാനിയുടെ ഒരു ടച്ച് ഉണ്ട്. എന്നാൽ അത്രയ്ക്കങ്ങ് ഏശാതെ പോയി എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇതിൽ ഒന്നാമത്തെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഥ പറയാനെടുത്ത പശ്ചാത്തലമാണ്. പഞ്ചാബാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. പഞ്ചാബികളായിട്ടുള്ള ഒരു 4 ടീം ലണ്ടനിലേക്ക് പോകാൻ ശ്രമിക്കുന്നതും അവർ IELTS പഠിക്കുന്നതും IELTSന് ശേഷം അവർക്ക് എന്തുകൊണ്ട് ഡങ്കി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പറയുന്നത്. അതൊക്കെ നല്ല രീതിയിൽ രാജ്കുമാർ ഹിരാനിയുടെ കോമഡി കലർന്ന ടച്ചിലെല്ലാം ഇതിനെയൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് പഞ്ചാബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചാബികൾ എനിക്ക് ഫീൽ ചെയ്താണ്, പഞ്ചാബികൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിലൊരു പഞ്ചാബി സ്ലാങ് കയറി വരും. അത് മിക്ക ലാംഗ്വേജുകാർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ലാംഗ്വേജ് കലർന്നൊരു സംസാരം വരും. പക്ഷെ എന്നാലും പഞ്ചാബികൾ ഇംഗ്ലീഷ് പറയുന്ന കേൾക്കാൻ ഒരു വേറൊരു ട്യൂണാണ്. നല്ല രസമാണ്, മോശം നെഗറ്റീവായിട്ട് പറയുന്നതല്ല, ഒരു വേറൊരു ട്യൂണാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും IELTS പാസ്സാകാനൊക്കെ ബുദ്ധിമുട്ടുപെടുന്ന ആ ഒരു സ്ട്രഗിളിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കിയെടുക്കാൻ ഇവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചു. അത് പറയാതെ പറയുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു പോസിറ്റീവായിട്ട് വരുന്നത് ഇതിൻ്റെ അകത്ത് പെർഫോമൻസുകളാണ്. വിക്കി കൗശലിൻ്റെയൊക്കെ പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ ഇപ്പം ഈ വർഷം ഇറങ്ങിയ 2 സിനിമകൾ ഇറങ്ങിയിരുന്നു. അത് രണ്ടും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ്, ത്രില്ലർ ഓറിയൻറ്റഡ് സിനിമകളൊക്കെ ആയിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇതൊരു പക്ക ഒരു രാജ്കുമാർ ഹിരാനിയുടെ ലോകത്തിലേക്ക് ഷാറുഖ് ഖാനെ പ്ലേസ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത് ഷാറുഖ് ഖാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. അത് നല്ല രീതിയിൽ ഇവിടെ വർക്കൗട്ട് ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലാങ് നല്ല രീതിയിൽ ലാംഗ്വേജ് പിടിച്ച് ഇതിനകത്ത് ചെയ്തിട്ടുമുണ്ട്. അത് തന്നെ പലപ്പോഴും നമുക്കൊരു വിൻറ്റേജ് ഷാറുഖ് ഖാനെ കാണാനൊക്കെ നമുക്ക് സാധിച്ചു. അതൊക്കെ ഒരു ഫാൻ മൊമെൻ്റ് തന്നെയായിരുന്നു ശരിക്കും പറയാം. താപസി പന്നു ആണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ അതിനെ കഥാപാത്രത്തിനെ നല്ല രീതിയിൽ ആ കഥാപാത്രത്തിനൊക്കെ നല്ല രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിച്ചു. അതുപോലെ തന്നെ വിക്കി കൗശലാണെങ്കിലും കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുള്ളൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ അതിനെ പെർഫോം ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് വശം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് പ്രീ ക്ലൈമാക്സ് പോർഷൻ വരുന്ന സമയത്ത് ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് വളരെയധികം രസകരമായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പം ഞാൻ ഖത്തറിലായതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ലീഗൽ വശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ പോയിന്റുകൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അത് പൊളിയായിരുന്നു. ഇത് CA എന്ന് പറയുന്ന ചിത്രമായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്നാൽ അതിൻ്റെ അകത്തും ഇത് ഒറിജിനലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരുപാട് ആളുകൾ കുടിയേറ്റക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ലണ്ടനിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട് താനും. ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ഒന്ന് എൻഗേജിങ് ആയിട്ട് ഈ ചിത്രത്തിന് എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പലയിടത്തും കുറച്ച് ലൂസായി പോകുന്ന പോലെ തോന്നി. ഒരുപാട് പേര്
ചിത്രത്തിന് ഒരുപാട് ലാഗ് ഉണ്ട് എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എത്ര ലാഗ് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്നാലും സ്ക്രിപ്റ്റിങ്ങിൽ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിൽ അത്രയ്ക്ക് അങ്ങ് കെട്ടുറപ്പില്ലാത്ത പോലെ ഒരുപാട് എന്തൊക്കെയോ സാധനങ്ങൾ പെറുക്കിയെടുത്ത് വെച്ച പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ച് ഒരു കാര്യം എന്ന് പറയുന്നതിൻ്റെ ക്ലൈമാക്സ് സാധനമാണ്. അത് വളരെയധികം ക്രിഞ്ചായിപ്പോയി. അങ്ങനെയുള്ള കുറേ ക്രിഞ്ച് സീനുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നും പേഴ്സണലി തോന്നി. പിന്നുള്ളൊരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊമോഷൻ ബേസിലാണ്. ചിത്രത്തിലെ ഒരു രാജ്കുമാർ ഹിരാനിയുടെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ചിത്രത്തിൽ നല്ല രീതിയിൽ ഡയലോഗ്സിന് പ്രാധാന്യം ഉണ്ടായിരിക്കും. ആ ഡയലോഗ് ഹിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അത്രയ്ക്ക് കൊള്ളുന്ന രീതിയിലേക്കായിരിക്കും, പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കൊള്ളുന്ന രീതിയിലായിരിക്കും അതിനെ പ്ലേസ് ചെയ്യുന്നത്. അതിവിടെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ആ ഡയലോഗുകളെല്ലാം ഇവർ പ്രൊമോ ആയിട്ടും ട്രെയിലറിലും ടീസറിലും എല്ലാം കാണിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ ഈ സീനിൽ ഇതാണ് ഡയലോഗ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതൊരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. അത്രത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളെല്ലാം പ്രൊമോ ആയിട്ടും ടീസറായിട്ട് ഇറക്കി വിടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഹിന്ദിയിൽ പൊതുവേ തുടർന്നു പോകുന്നൊരു കാര്യമാണ്. തിയേറ്ററിൽ പോയിരിക്കുമ്പോഴേക്കും ഒരു പമ്പിങ്ങും ഇല്ലാതെ അത് കണ്ടു തീർക്കേണ്ടി വരും. കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഉണ്ട്, അതെല്ലാം ടീസറിൽ കാണിച്ച് അല്ലെ പ്രൊമോയിൽ കാണിച്ച് നമ്മളെ നിരാശപ്പെടുത്തി. എന്നെ നിരാശപ്പെടുത്തി. രാജ്കുമാർ ഹിരാനിയുടെ മുമ്പത്തെ ചിത്രങ്ങളായ PK, ലഗരവ്, മുന്നാബായ് MBBS, അതുപോലെ തന്നെ സഞ്ജു തുടങ്ങിയ ചിത്രങ്ങൾ, 3 Idiots തുടങ്ങിയ ചിത്രങ്ങളെല്ലാം റീവാച്ചിന് പ്രേരിപ്പിക്കുന്ന സിനിമകളാണ്. 1, 2, 3, 4 തവണ നമുക്ക് കാണാൻ. 3 Idiots ഒക്കെ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. PK ഒരു 10-20 തവണ കണ്ടിട്ടുണ്ട്. കാരണം അതൊക്കെ സിനിമകൾ 2-3 തവണ കാണാൻ നമ്മളെ വല്ലാണ്ട് പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഡങ്കി അങ്ങനെ ഒരു റീവാച്ചിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്ക് ഇതുവരെ കണ്ടെടുത്തോളം രണ്ടാമതൊന്നും കാണേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഫീലിലാണ് എനിക്കിരിക്കുന്നത്. ഷാറുഖ് ഖാൻ ഈ വർഷം 2023 2 വലിയ ഹിറ്റുകളാണ് നൽകിയത്. ഒന്ന് പത്താൻ, അതുപോലെ തന്നെ ജവാൻ. മൂന്നാമത്തെ ഈ ഡങ്കിയും വളരെ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി എന്തായാലും 2025 ഉള്ളൂ ഷാറുഖ് ഖാൻ്റെ ഒരു സിനിമ, 24 ഒരു സിനിമ പോലും ഇല്ല. ഇപ്പം ഡങ്കിക്ക് മറ്റൊരു അച്ചീവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് വേണ്ടി ചിത്രം സ്പെഷ്യൽ സ്ക്രീനിങ് നടത്താൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ്. അങ്ങനെ വളരെ ചുരുക്കം സിനിമകളാണ് അത്തരത്തിലുള്ളൊരു അച്ചീവ്മെൻ്റ് എടുക്കുക. ഷാറുഖ് ഖാൻ എന്ന് പറയുന്നൊരു കിങ് ഖാൻ, ബാദ്ഷായ്ക്ക് കിട്ടുന്ന മാത്രം പ്രിവിലേജുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. കിങ് ഖാൻ തന്നെയാണ്. എന്തായാലും താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന അനുഭവം തരുന്നൊരു ചിത്രമായിരിക്കും. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ്. താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.